പരിശുദ്ധമായ ഉംറ നിർവഹിച്ചിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത്, അതായത് ജന്നത്തുൽ മുഅല്ലയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുഹൈല എന്ന സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എനിക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ഖബറിടം കിട്ടൂലേ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ സ്ത്രീകള് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല, പുരുഷന്മാർക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ആ വളച്ചു കെട്ടിയതിന്റെ പുറംഭാഗത്തെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ സുഹൈല ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാമല്ലോ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് അന്തി ഉറങ്ങാമല്ലോ, എന്റെ ഖബറിടം അവിടെ ആവൂലേ? ആ പുണ്യഭൂമിയിൽ മഹദി ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കണ്ണറയെ കണ്ടുകൊണ്ട് എനിക്കവിടെ കിടക്കാമല്ലോ. എന്തൊരു ചോദ്യമാണ് സുഹൈല ചോദിച്ചത്. പക്ഷെ ഭർത്താവ് പറഞ്ഞു, ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും വിദേശികളെ കയറ്റൂല, സ്വദേശികൾക്കാണ് അതിൻ്റെ, ആ നാട്ടുകാർക്കാണ്, ആ ഭാഗത്തുള്ളവർക്കാണ് അതിൻ്റെ ഉള്ളില് ഖബറിടം എന്നുള്ളത്. എന്നാൽ എന്ന് ആ സുഹൈല എന്ന് പറയുന്ന പ്രിയ സഹോദരി അന്തി ഉറങ്ങുന്നത് ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ പവിത്രമായ മണ്ണിലാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? 2024 ഖത്തറിൽ നിന്ന് പ്രിയപ്പെട്ട ഭർത്താവ് ഷറഫുദ്ദീൻ സഖാഫിയുമായിട്ട് ഉംറക്ക് പോയിട്ട് ഉംറ നിർവഹിക്കുന്നതിനിടയിൽ ആ കഅബ ഷരീഫിന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഒരു സഹോദരിയാണ് സുഹൈല എന്ന് പറയുന്നത്. അവരുടെ ആ ഉംറയുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് ഷറഫുദ്ദീൻ സഖാഫി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് വരികൾ എൻ്റെ സുഹൃത്ത് കോറിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പൊ അതൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട് ആ സുഹൈലയെ കുറിച്ചിട്ട്, ആ പൊന്നുമോളെ കുറിച്ചിട്ട്, ആ മഹദിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എഴുതിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് 2024 ഖത്തറിൽ നിന്ന് മെയ് 1 അവർ ഉംറക്ക് പുറപ്പെട്ടു. അങ്ങനെ അവര് അവിടെ 2 ആയിട്ട് പിന്നെ എത്തുന്നു. അങ്ങനെ പിന്നെ മക്കയിലെത്തി പരിശുദ്ധമായ കഅബ ഷരീഫിനെ കണ്ണിറയെ കണ്ടുകൊണ്ട് 2 ഉംറ സുഹൈലയും ഭർത്താവും ആ ഉംറ സംഘവും നിർവഹിച്ചു. 2 ഉംറ നിർവഹിച്ചതിന് ശേഷമാണ് സുഹൈലയും ഭർത്താവും അടങ്ങുന്ന ആ സംഘം ഈ ജന്നത്തുൽ മുഅല്ലയിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ പോകുന്നത്, എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സിയാറത്തിന് പോകുന്നത്. ഷറഫുദ്ദീൻ സഖാഫി പറയുന്നു, അവരുടെ ഭാര്യ ഒരുപാട് പുസ്തകങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് വായിച്ചു വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ആ പൊന്നുമ്മയെ, റസൂലുള്ളാഹിന്റെ പ്രിയ പത്നിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ത്യാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അപ്പൊ ആ ഉമ്മയെ കുറിച്ച് വല്ലാതെ സംസാരിക്കുമായിരുന്നു അത്രേ. അപ്പൊ അവിടെ സിയാറത്ത് ചെയ്യുന്ന സമയത്താണ് ഈ സുഹൈല ഭർത്താവിനോട് ചോദിച്ചത്, ഇപ്പൊ ഞാൻ പുറത്താ നിൽക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ എനിക്കും കിടന്നൂടെ, തൊട്ടടുത്ത് കിടന്നൂടെ, ആ മണ്ണിൽ എനിക്ക് കിടന്നൂടെ എന്ന്. അപ്പൊ പറഞ്ഞു, ഇല്ല, പറ്റൂല, ഇവിടെ വിദേശികൾക്കില്ല, സ്വദേശികൾക്കാണ് സ്ഥാനം. പക്ഷേ ഇന്ന് ആ മണ്ണിൽ അന്തിയുറങ്ങുന്ന മഹദിയാണ് സുഹൈല എന്ന് പറയുന്ന സഹോദരി. അള്ളാഹു അവരോട് കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഭാഗ്യം ചെയ്ത പൊന്നുമോളാണ്. അതുകൊണ്ടാണ് ആ വാക്ക് അള്ളാഹു സ്വീകരിച്ചത്. അങ്ങനെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം, 2 ഉംറ നിർവഹിച്ചതിന് ശേഷം അവരങ്ങനെ അങ്ങോട്ട് സിയാറത്തിന് പോയി തിരിച്ചു വന്ന് 3ാമത്തെ ഉംറ നിർവഹിക്കുന്നതിന് മുന്നേ ഈ സുഹൈല എന്ന് പറയുന്ന സഹോദരി ഒരു ആശയം മുന്നോട്ട് വെച്ചത്ര. എന്തായിരുന്നു ആശയം എന്നറിയോ? നിങ്ങൾ ആണുങ്ങളെല്ലാവരും ഇനി ഉംറക്ക് ഒരുമിച്ച് പോവുക, ഞങ്ങളെ കുട്ടികളെ നോക്കാം, അതിനുശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്തോളാം, ഇവിടെ ഇരിക്കുക, കുട്ടികളെ നോക്കിയിരിക്കുക. നിങ്ങൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം കുട്ടികളെല്ലാവരെയും നിങ്ങൾ നോക്കുക. അപ്പൊ ഞങ്ങൾ സ്വസ്ഥമായിട്ടൊരു ഉംറ നിർവഹിക്കട്ടെ. നല്ല ആശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാവരും അംഗീകരിച്ചു. ആണുങ്ങള് ഒരു ളുഹറിന് ശേഷം ഉംറക്ക് ഇറങ്ങിയിട്ട് രാത്രി 10 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ അടങ്ങുന്ന ആ ഒരു സ്ത്രീകളുടെ സംഘം ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി പറയാണ്, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞു, ഉപ്പാനെ ബുദ്ധിമുട്ടിക്കരുത്, മോനെ ഈ കുളിപ്പിക്കണം, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ മോളെ, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം കേട്ടോ, വേണ്ട കാര്യങ്ങളൊക്കെ ഉപ്പാടെ കൂടെ നിന്ന് സഹായിക്കണമെന്നും ആ പിന്നെ മഹദിയായ, അതായത് ഷറഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യ സുഹൈല പറഞ്ഞിട്ടാണ് ഉംറക്ക് പോയത്. അപ്പോഴും ഷറഫുദ്ദീൻ സഖാഫി ഒരു നിമിഷം ചിന്തിക്കുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസാന യാത്രയാണ്, അവൾ അവസാനമായിട്ടാണ് എന്നെ നോക്കുന്നത്, ഞാൻ അവസാനമായിട്ടാണ് അവളെയും ജീവനോട് കൂടെ കാണുന്നത് എന്ന് ഷറഫുദ്ദീൻ സഖാഫി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ
ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ മത്താഫിലെത്തിയിട്ട് അവരുടെ ആ ഉംറ നിർവഹിച്ചു അവർ. അങ്ങനെ ആ ഉംറ നിർവഹിച്ചതിന് ശേഷം തവാഫൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സുഹൈല തന്റെ കൂടെയുള്ള കൂട്ടുകാരികളോട് പറഞ്ഞത്ര, എനിക്ക് ഹജറുൽ അസ്വദ് ഒന്ന് മുത്തി മണക്കണം. ഭയങ്കര തിരക്കാവൂല, അതുകൊണ്ട് എല്ലാവർക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഉംറ കഴിഞ്ഞവരൊക്കെ സയ്യിന് വേണ്ടിയിട്ട് സഫാ മർവയിലേക്ക് പോയി. അങ്ങനെ സഫാ മർവയിലേക്ക് അവർ നീങ്ങിയപ്പോൾ സുഹൈലയും സഹോദരിയും കൂടിയിട്ട്, അതായത് കൂടെയുള്ള ഒരു സ്ത്രീയുടെ കൈ പിടിച്ചിട്ട് ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് എനിക്ക് മുത്തി മണക്കണം എന്നുള്ള ഒരു ഉറച്ച ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടിയിട്ട് നടന്ന് അവസാനം അവർക്ക് അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഹജറുൽ അസ്വദൊക്കെ മുത്തി മണത്തതിന് ശേഷം സുഹൈൽ തന്റെ കൂടെയുള്ള ആ സ്ത്രീയോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് പ്രാർത്ഥിക്കാം. ആ പോയവരെ പോലും തിരിച്ചു വിളിച്ചു. സഈന് പോയവരെ തിരിച്ചു വിളിച്ചിട്ട് പരിശുദ്ധമായ കഅബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലായിട്ട് ഒരു ഭാഗം സുഹൈലെ കണ്ടെത്തുകയും അങ്ങനെ മാറിയിരുന്നിട്ട് നോക്കിയാൽ പരിശുദ്ധമായ കഅബ ഷരീഫ് കണ്ണിറയെ കണ്ണുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ത്രീകളുടെ സംഘത്തിലാണ് സുഹൈല അപ്പോൾ ഉള്ളത്. കൂടെയുള്ളവരൊക്കെ സുഹൈലയെ അമീറാക്കിയിരിക്കുകയാണ്. കാരണം നല്ല പക്വതയുള്ള, തൻ്റെടമുള്ള, നല്ല സൂക്ഷ്മതയുള്ള ഒരു സ്ത്രീയാണ് സുഹൈല എന്ന് പറയുന്ന ഷറഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യ. അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അവരൊക്കെ സ്വർഗ്ഗത്തിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സുഹൈലയും അവിടെ ആ കൂട്ടത്തിലുള്ള സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് സുഹൈലയാണെന്നാണ് ഷറഫുദ്ദീൻ സഖാഫി ഉസ്താദ് പറയുന്നത്. സുഹൈൽ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു. ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകൾ ആഖിറത്തിനെ കുറിച്ചിട്ടും മരണത്തിന് ശേഷം ഉള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. കൂടെയുള്ളവര് ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് പറഞ്ഞുകൊണ്ടതായിരിക്കാം ഉസ്താദ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ആഖിറത്തിനെ കുറിച്ചിട്ടും മരണത്തിനെ കുറിച്ചും ഒരുപാട് കണ്ണ് നിറഞ്ഞ് ദുആ ചെയ്തു സുഹൈല. അങ്ങനെ ആ ദുആ ചെയ്യുന്നതിനിടയിൽ അവരുടെ ശബ്ദം പതിയെ ശാന്തമായി. പിന്നീട് ശബ്ദം കേൾക്കാൻ കൂടെയുള്ളവർക്ക് ആമീൻ പറയാൻ പറ്റുന്ന രീതിയിൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല. അങ്ങനെ സുഹൈല മെല്ലെ ചെരിഞ്ഞുകൊണ്ട് അവിടെ ആ മത്താഫിൽ അവരുടെ ശരീരം വീണു. അവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ സുഹൈല ആ മത്താഫിൽ കിടന്നു. അങ്ങനെ കൂടെയുള്ളവരൊക്കെ സുഹൈലാക്ക് വെള്ളം കൊടുക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നു. ആ തിരക്കിനിടയിൽ പ്രിയപ്പെട്ട സുഹൈലയുടെ ശരീരത്തിൽ ഒരു വെള്ള വസ്ത്രം കൊടുന്നു പുതച്ചു. സുഹൈൽ എന്നേക്കുമായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചിട്ടും അള്ളാഹുവിന്റെ ആ ഒരു മരണശേഷമുള്ള അദാബിന് കാവലി ചോദിച്ചിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ മഹദിയായ സുഹൈല എന്ന് പറയുന്ന സഹോദരി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. എൻ്റെ പ്രിയ സഹോദരൻ കുറിച്ച ആ പുസ്തകം വായിച്ചിട്ട് കുറിച്ച വരികൾ എന്നെ വല്ലാതെ പ്രശ്രബേ, നമുക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് എളുപ്പമല്ലേ. സുഹൈല അവിടെ ജന്നത്തുൽ മുഅല്ലയുടെ അടുത്ത് നിന്നിട്ട് പ്രിയ ഭർത്താവിനോട് ചോദിച്ചത്ര, ഞാൻ മരിച്ചാൽ എനിക്ക് ഇതിന്റെ ഉള്ളിൽ അവസരം കിട്ടുമോ എടുക്കാൻ എന്നുള്ളത്. പടച്ചറബ് സ്വീകരിച്ചു. എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. മരിച്ചത് കൊണ്ട് മാത്രം ജന്നത്തുൽ മുഅല്ലയിൽ കിട്ടൂല. സുഹൈല എന്ന് പറയുന്ന സഹോദരി അവിടെ വീണ് വെള്ള പുതപ്പിച്ചു. ശേഷം ഭർത്താവായ ഷറഫുദ്ദീൻ സഖാഫിക്ക് ഈ ഫോൺ കോൾ ചെല്ലുകയും അവർ വന്നപ്പോഴേക്കും സുഹൈലയെ അവിടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് എവിടേക്ക് മാറ്റി? ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി തന്റെ മക്കളുമായിട്ട് അവിടെ എത്തിയപ്പോൾ വെള്ള പുതച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് കാണുന്നത്. വെള്ള പുതച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം ഒരു നോക്ക് നോക്കി. അപ്പൊ തന്റെ കൂടെയുള്ള മകള് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതില് മന്ത്രിച്ചിട്ട് ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ തടവി കൊടുക്കുകയാണ് അത്രേ. കാരണം എന്തെങ്കിലും രോഗം വരുമ്പോൾ ഷറഫുദ്ദീൻ സഖാഫി അങ്ങനെ വെള്ളമെടുത്തിട്ട് ഖുർആനോ മറ്റോ മന്ത്രിച്ചുകൊണ്ട് മുഖത്ത് തടവി കൊടുക്കുന്നത് ആ പൊന്നുമോള് കണ്ടത് കൊണ്ടായിരിക്കാം. ഉമ്മ വയ്യാതെ ക്ഷീണിച്ചു കിടക്കുക, അസുഖമായി കിടക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷേ അവസാന ശ്വാസവും നിലച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയത് അപ്പോൾ ആ കുട്ടികൾക്ക് അറിയുന്നില്ല. എന്താണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് സുഹൈല യാത്രയായി. അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്
ആ സുഹൈലയെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറിച്ചത് ജന്നത്തുൽ മുഅല്ലയിലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം സുഹൈലയുടെ വാക്ക് അള്ളാഹു സ്വീകരിച്ചു. തൻ്റെ ഭർത്താവുമായിട്ട് ജന്നത്തുൽ മുഅല്ലയിൽ സിയാറത്ത് ചെയ്യുന്ന സമയത്ത്, ഞാൻ മരിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പ്രിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് എനിക്ക് കെടുക്കാൻ പറ്റൂലേ എന്ന് സുഹൈല ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഷറഫുദ്ദീൻ സഖാഫി പറയാണ്, ഈ വിഷമത്തിലൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് സുഹൈല ജബലന്നൂർ കയറുന്ന സമയത്ത് അവർ വളരെ ഉഷാറായിട്ട് കയറാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത് മക്കളെ ഏൽപ്പിച്ചിട്ട് അവർ ബുറുദ പാടിയിട്ടാണ് കയറിയത്, ബുറുദ ചൊല്ലിയിട്ടാണ് കയറിയത്, ആ സ്ത്രീകൾ അടങ്ങുന്ന സംഘം ഒരുമിച്ചിട്ട്. അപ്പൊ ആ ബുറുദയാവട്ടെ സുഹൈലക്ക് ഒരു ഉസ്താദ് സമ്മാനമായി നൽകിയതുമാണ്. അത് അവൾ വല്ലാതെ പതിവാക്കിയിരുന്നു, ഒരുപാട് ആ ബുറുദയെ പ്രണയിച്ചിരുന്നു. ഈണത്തിൽ ആ ബുറുദ അങ്ങനെ ചൊല്ലിക്കയറിയപ്പോ ഒരു മിസ്രിയായ സ്ത്രീ വന്നിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട്, നിങ്ങൾ ചൊല്ലിയത് എൻ്റെ ഫോണിലേക്ക് അയക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്പർ വാങ്ങിയൊരു സ്ത്രീയുമുണ്ട്. അതിനപ്പുറം ആ ബുറുദ കേട്ട് അവരോട് കൂടെ ഇങ്ങനെ ആ ജബലന്നൂർ കയറുന്ന സമയത്ത് അവിടെയുള്ള മറ്റു ഉംറ സംഘത്തിൽ വന്ന സഹോദരിയുമായിട്ട്, ഒരു കുടുംബവുമായിട്ട് ഈ സുഹൈല പരിചയപ്പെടുകയും ചെയ്തിരുന്നു. സുഹൈല മരിച്ചിട്ട് വെള്ളമുണ്ടും പുതച്ചിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ഉംറ സംഘത്തിൽപ്പെട്ട ആ ഒരു സ്ത്രീയുടെ സഹോദരൻ ഭർത്താവ് ആരോട്ടം ഇവിടെ ഷറഫുദ്ദീൻ സഖാഫി നിൽക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്നിട്ട്, നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ ഒന്ന് തരണം, കാരണം അദ്ദേഹത്തിന്റെ ആ ഉംറ സംഘത്തിലുണ്ടായിരുന്ന ആ സഹോദരിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അത് സുഹൈലയോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ആശ്വാസം കിട്ടി. അള്ളാഹുവിന്റെ പവിത്രമായ ആ ഭൂമിയിൽ വെച്ച് ഹബീബായ തങ്ങൾ കയറിയ ആ ഒരു പുണ്യ മണ്ണിൽ വെച്ചിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സുഹൈല പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ നല്ല മനുഷ്യന്മാരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. സുഹൈലയുടെ ആ ഒരു വാക്കില് വർത്തമാനത്തിൽ വല്ലാത്ത ആശ്വാസം ആ സഹോദരിക്ക് കിട്ടിയപ്പോൾ വീണ്ടും സുഹൈലയെ കാണാനും വിളിക്കാനും സംസാരിക്കാനും ആഗ്രഹിച്ചിട്ടാണ് ആ സഹോദരൻ ആ നമ്പർ ചോദിക്കുന്നത്, അവരുടെ കൂടെ ഉംറയ്ക്ക് വന്ന സഹോദരിക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോഴേക്കും സുഹൈൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരുന്നു. നിറ കണ്ണുകളോട് കൂടിയിട്ടാണ് അത്ര ഷറഫുദ്ദീൻ സഖാഫി പറഞ്ഞത്, അവൾ നമ്മളെല്ലാവരെയും വിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ളത്. ആ യാത്രയായ സുഹൈല ഇന്ന് പരിശുദ്ധമായ മണ്ണില്, പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചാരത്തുള്ള ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന മണ്ണിൽ കിടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സുഹൈലയുടെ മനസ്സ് അതിലേക്ക് ഒരുപാട് ഒഴുകിയത് കൊണ്ടായിരിക്കാം ആ പവിത്രമായ ഭൂമിയിൽ ഇന്ന് സുഹൈല കിടക്കുന്നത്. അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിനും നമുക്കും എല്ലാവർക്കും എല്ലാ മദതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുവിന്റെയും ഹബീബായ തങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരി സുഹൈലയുടെയും അവരുടെയൊക്കെ മദത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് ഈമാനും ഇഖ്ലാസും വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഇരു കരങ്ങളും ഉയർത്തി അവസാന നിമിഷം വരെ ആ പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ട് കൺനിറയെ കഅബ ഷരീഫ് കണ്ടുകൊണ്ടിട്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടാണ് ആ സുഹൈല വിട പറഞ്ഞത്. മാഷാ അല്ലാഹ്, അള്ളാഹു വല്ലാത്തൊരു സൗഭാഗ്യമാണ് സുഹൈലാക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, ദുനിയാവിന്റെ കാര്യത്തിൽ ആ കുട്ടികൾക്ക് ഉമ്മയില്ല എന്നൊക്കെ നമ്മളൊരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷേ സുഹൈല ഇരു ലോകത്തും വിജയിയാണ്. ഭർത്താവിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട്, അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ് സുഹൈല എന്ന് പറയുന്ന സഹോദരിയോട്. സുഹൈല നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അവൾ ഹാദിയാണ്, അതുപോലെ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. പഠനത്തിൽ വിവാഹത്തിന് ശേഷവും പഠിച്ചിട്ട് പഠനത്തിൽ മികവ് കാണിച്ചിരുന്ന നല്ലൊരു സഹോദരിയാണ്. നമ്മളൊക്കെ മക്കൾ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ഉയർച്ചയിലേക്ക്, ആ ഒരു ഈമാനിലേക്ക് ഉയരട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹുവിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫിക്കും കുടുംബത്തിനും അള്ളാഹു ക്ഷമ നൽകിയിട്ട് ആ മക്കൾക്കൊക്കെ നല്ല ഒരു അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, റഹ്മത്തിൻ്റെ കവാടം അള്ളാഹു നൽകിക്കൊണ്ട് ദുനിയാവിനും ആഖിറത്തിനും തൃപ്തിപ്പെട്ട മക്കളായിട്ട് അള്ളാഹു അവരെ വളർത്തുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.